മലപ്പുറത്ത് നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ തിരുവനന്തപുരം പാലക്കാട് സ്വദേശികളും. തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 3 പേരടക്കം 4 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 2 പേർ പ്രാഥമികമായ സമ്പർക്ക പട്ടികയിലാണ്. സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾക്ക് പനിയുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. നിപ ബാധിതനായ കുട്ടി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് യുവാവും ആശുപത്രിയിലെത്തിയിരുന്നു. മലപ്പുറത്ത് നിന്ന് തിരികെ നാട്ടിലെത്തിയിട്ടും യുവാവിന്റെ പനി മാറിയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. 4 സാമ്പിളുകൾ ഇന്ന് പരിശോധിക്കും. ഇവരെ നിരീക്ഷണത്തിലാക്കാൻ മെഡിക്കൽ കോളേജ് പേവാർഡിൽ 2 നില ഒഴിച്ചിട്ടിട്ടുണ്ട്. അതേസമയം നിപ ബാധിച്ചു മരിച്ച 14-കാരൻ അമ്പഴങ്ങ കഴിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗത്തിന്റെ ഉറവിടം അമ്പഴങ്ങയിൽ നിന്നാണോ എന്ന് പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ കുട്ടി ചികിത്സ തേടിയ ആശുപത്രിയിലെത്തിയവരുടെ സാമ്പിളുകളും പരിശോധിക്കും. കുട്ടിയുടെ മാതാപിതാക്കളടക്കം 9 പേരുടെ സാമ്പിളുകളാണ് ഇന്ന് കോഴിക്കോട് പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത്. ഇതിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. കുട്ടി ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ് ഏതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിപയുടെ 5ാം വരവിൽ ജീവൻ പോയത് കാൽപന്ത് കളിയെ സ്നേഹിച്ച 14-കാരനാണ്. രോഗബാധ സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ 14-കാരൻ ഞായറാഴ്ച രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഈ ഒരു സാഹചര്യത്തിൽ മലബാർ ആകെ കരുതലിലാണ്. മികച്ച ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്നു 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മരിച്ച കുട്ടി. മൃതദേഹം വൈകിട്ട് 5:30 പാണ്ടിക്കാട്ടേക്ക് കൊണ്ടുപോയി. ഖബറടക്കം നിപ പ്രോട്ടോകോൾ അനുസരിച്ച് ഓടോംപറ്റ പഴയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കേരളത്തിൽ ഒരു നിപ മരണം കൂടി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ സംസ്ഥാനത്തിന് നിർദ്ദേശങ്ങളുമായി കേന്ദ്രം ആരോഗ്യ മന്ത്രാലയവും രംഗത്ത് വന്നു. രോഗബാധിതരുടെ 12 ദിവസത്തെ സമ്പർക്കങ്ങൾ കണ്ടെത്തണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക സംഘത്തെ സംസ്ഥാന സർക്കാരിനെ സഹായിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. സമ്പർക്കത്തിൽ വന്നവരെ അടിയന്തരമായി ക്വാറന്റൈനിലേക്ക് മാറ്റണം. സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കണം. മോണോക്ലോണൽ ആന്റിബോഡി സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥന പ്രകാരം അയച്ചു നൽകി. 14 വയസ്സ് പ്രായമുള്ള നിപ രോഗി മരിക്കും മുമ്പ് മോണോക്ലോണൽ ആന്റിബോഡി എത്തിച്ചിരുന്നു. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ നൽകാനായില്ല. മൊബൈൽ BSNL 3 ലബോറട്ടറി കോഴിക്കോട് എത്തിച്ചുവെന്നും കേന്ദ്രം പറഞ്ഞു. അബോധാവസ്ഥയിലായിരുന്ന കുട്ടിക്ക് ഞായറാഴ്ച 10:50 ഹൃദയാഘാതമുണ്ടായി. 10:30 മരണം സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നെത്തിച്ച മോണോക്ലോണൽ ആന്റിബോഡി നൽകാനിരിക്കെയാണ് ശനിയാഴ്ച കോഴിക്കോട് കുട്ടിക്ക് അന്ത്യം സംഭവിച്ചത്. അതേസമയം കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തിരുന്നുവെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പും പറയുന്നുണ്ട്. നിപ വൈറസ് സംശയിച്ച സാഹചര്യത്തിൽ കോൺടാക്ട് ട്രേസിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു. സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയും റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 246 പേരും ഹൈറിസ്ക് വിഭാഗത്തിൽ 63 പേരുമാണ് നിലവിലുള്ളത്.